മുദ്രാവാക്യങ്ങൾ മാത്രം പറഞ്ഞും പറയിപ്പിച്ചും തഴക്കം വന്ന നാവ്. അതിൻ്റെ ശീലങ്ങളിൽ നിന്നും മാറാൻ കഠിനമായി പരിശീലിച്ചു. അങ്ങനെ ജോർജ് അന്ത്യാംകുളത്തിൻ്റെ ശബ്ദങ്ങളെല്ലാം ഹല്ലേലൂയ സ്തുതികളാൽ താളം ചവിട്ടി. കൗൺസിലിങ്ങിന് എന്നെ ഒരു ആൻറ്റി, എനിക്ക് ആളുടെ പേരറിയില്ല, ഒരു മുടിയൊക്കെ ഇങ്ങനെ ആണുങ്ങൾ മുറിക്കുന്ന പോലെ മുറിച്ച ഒരു ആൻറ്റി, ഒരു 10-65 വയസ്സുള്ള ഒരു ആളാണ്. അവരുടെ അടുത്തേക്കാണ് എന്നെ കൗൺസിലിങ്ങിന് അയക്കുന്നത്. ഞാൻ അവരുടെ അടുത്ത് കൗൺസിലിങ്ങിന് പോയി. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു. വളരെ എന്നോട് നന്നായി ഇടപെട്ടു. നല്ല രീതിയിൽ എനിക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചു. എന്നോട് പറഞ്ഞു, മോൻ പേടിക്കണ്ട, മോന് മദ്യപാനം ശീലങ്ങളെല്ലാം ഇവിടുന്ന് ഉപേക്ഷിക്കാനും ഒത്തിരി കൃപ ദൈവം തരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം ആ ദിവസം അങ്ങനെ കഴിഞ്ഞു. ഞാൻ ആ കൗൺസിലിംഗ് കഴിഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ ആ നിറഞ്ഞ സന്തോഷത്തോടു കൂടിയിട്ടാണ് വീണ്ടും ധ്യാന ഹാളിലേക്ക് കടന്നു ചെല്ലുക. അവിടെ ചെന്നു. ഞാൻ ആ ദിവസത്തെ ധ്യാനം കഴിഞ്ഞു. പിറ്റേന്നാൾ എനിക്ക് തോന്നി എൻ്റെ ഒരു കൗൺസിലിംഗ് എനിക്കൊരു ശരിയായില്ല. അല്ല, കൗൺസിലിംഗ് അല്ല, എനിക്ക് ശരിയായ വണ്ണം സ്തുതിക്കാൻ പറ്റുന്നില്ല. അപ്പം സ്തുതിക്കാൻ പറ്റാതെ ഞാൻ വീണ്ടും എന്നെ കൗൺസിലിംഗ് നടത്തി ആൻറ്റിയുടെ അടുത്തേക്ക് വീണ്ടും ചെല്ലുക. അപ്പോൾ അവിടെ ആളുണ്ട്. ഈ ആൻറ്റിക്ക് എന്നോടെന്തോ ഒരു സ്നേഹം, എന്നെ വിളിച്ചു, ദൂരത്തുനിന്ന് വിളിച്ച് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു. എന്നെ മോനെ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആൻറ്റി എനിക്ക് സ്തുതിക്കാൻ പറ്റുന്നില്ല. അത് സാരമില്ല മോനിനി കുറച്ച് ദൂരെ ഒരു ചേച്ചിയെ കാണിച്ചു തന്നു. അവരും ഒരു പെണ്ണുങ്ങളാണ്. അവരുടെ അടുത്ത് ആ ചേച്ചിയുടെ അടുത്തേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ അവരുടെ അടുത്തേക്ക് ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അപ്പം മേഴ്സി എന്നാ മറ്റുമാണ് അവരുടെ പേര്. അവരുടെ അടുത്തേക്ക് ഞാൻ പോകുന്നു. അവരുടെ അടുത്തേക്ക് കടന്നു ചെന്നു. എന്നെ പ്രശ്നം എന്ന് ഞാൻ അവരോട് സംസാരിക്കുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, മോൻ എൻ്റെ കൂടെ സ്തുതിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ സ്തുതിക്കും, കൊച്ചെൻ്റെ കൂടെ സ്തുതിക്കണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവരുടെ കൂടെ സ്തുതിക്കാൻ തുടങ്ങി. സ്തുതി നല്ല ശക്തിയിൽ ഞങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പം നല്ലൊരു മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് ഇങ്ങനെ ഞങ്ങളെ പൊതിഞ്ഞു. ആ മുല്ലപ്പൂവിൻ്റെ ആ സ്മെല്ല് വന്നപ്പം ഈ ചേച്ചി എന്നോട് പറഞ്ഞു, മോനെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇവിടെയുണ്ട്, മോനെ അമ്മ ഇഷ്ടംപോലെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നു, എന്നിട്ട് മോനെ അമ്മയുടേതായി തീരണം, അമ്മയോട് കൂടെ ആയിരിക്കണം മോൻ്റെ ശുശ്രൂഷകളെല്ലാം, ആ ഒരു ലെവൽ ആകണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് തടസ്സമില്ലാതെ സ്തുതിക്കാൻ പറ്റുന്ന ഒരവസ്ഥ. കാരണം എൻ്റെ നാവിൽ ഉണ്ടായിരുന്നത് ഇൻഗ്ലാബു സിന്ദാബയായിരുന്നു. അതൊന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണെന്ന് ഞാനത് ഇന്ന് വിശ്വസിക്കുന്നു. എന്താണെങ്കിലും അവിടുന്ന് ആ ധ്യാനം കഴിഞ്ഞു, തിരിച്ചു വന്നു. തിരിച്ച് ഞാനെൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അതിനുശേഷം ഞാൻ തൊട്ടടുത്ത ധ്യാനത്തിന് എന്നെ ആലിസേച്ചി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആലിസേച്ചി എനിക്ക് വരാൻ പറ്റില്ല, തടിയുടെ പണിയെടുക്കുന്നവരൊക്കെ ഉണ്ട്, അപ്പോൾ അവരുടെ അടുത്തൊക്കെ പോകാനുണ്ട് എന്ന് പറഞ്ഞു. അടുത്ത മാസം വീണ്ടും വിളിക്കുന്നു. അപ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ ഒരാളെ പറഞ്ഞയച്ചു. അങ്ങനെ അതിൻ്റെ പിന്നത്തെ പ്രാവശ്യം ആയപ്പോഴത്തേനും ആലിസേച്ചി വീണ്ടും വന്നു. അങ്ങനെ ആലിസേച്ചിയുടെ കൂട്ടത്തിൽ ഞാൻ 1, 2, 3 സ്ഥലങ്ങളിൽ വീടുകളിൽ പോകാൻ തുടങ്ങി. അങ്ങനെ അവിടെ നിന്ന് ആൾക്കാരെ കൊണ്ടുപോകാൻ തുടങ്ങി. ആ മേഖലയിൽ ശുശ്രൂഷയിൽ അങ്ങനെ ദൈവം വളർത്തി. ഒരു വ്യക്തിക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കണമെന്നും ഒരു നിയോഗത്തിന് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കണമെന്നും അല്ലെങ്കിൽ നമ്മൾ ഏത് അവസ്ഥയിൽ പ്രാർത്ഥിക്കണമെന്നും ഒക്കെ അങ്ങനെ എന്നെ പഠിപ്പിച്ചു തന്നു. ഞാൻ അതെല്ലാം പഠിച്ചു, കൃത്യമായിട്ട് ചെയ്തു. അനുസരണയുള്ള ഒരു കുഞ്ഞിനെ പോലെ ഞാൻ ആലിസേച്ചിയുടെ കൂടെ നിന്നു. ആലിസേച്ചി പറയുന്നതൊക്കെ അനുസരിച്ചു. അവർ പറയുന്ന പോലെ പ്രാർത്ഥിച്ചു. അവരെന്നെ കൊണ്ടു നടന്നു. എന്തെല്ലാം ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ അവരെന്നോട് പറഞ്ഞു തന്നു, ആത്മീയ ജീവിതത്തിന്. ഇങ്ങനെ ആയിട്ട് അവസാനം ഞങ്ങൾ ആൾക്കാരെ കൊണ്ടുപോകാൻ തുടങ്ങി. ആൾക്കാർ കൂടിക്കൂടി വന്നു. ഏറ്റവും അവസാനമായിട്ട് ഞങ്ങൾ കൊണ്ടുപോയത് 116 പേരോ എന്തോ ആണ്. അപ്പം KSRTC കണ്ണൂരിൽ നിന്ന് ഒരു KSRTC ബസ് ബാംഗ്ലൂരേക്ക് പോകുന്നുണ്ട്. ആ ബസ് നേരത്തെ പോയി പറഞ്ഞിട്ട് ആ ബസ്സിൽ ഫുള്ള് നമ്മുടെ ധ്യാനത്തിന് വരുന്ന ആൾക്കാരെ കയറ്റും. ഇവിടുന്ന് ബാംഗ്ലൂർ വരെ ത്രൂ ടിക്കറ്റാണ്, ഇരിട്ടി മുതൽ. അങ്ങനെയായി അവസാനമായപ്പോഴത്തേനും അവർ പറഞ്ഞു, ഒരു ദിവസം ബസ് ഓടുന്ന അതേ ടൈമിൽ തന്നെ ഒരു ബസ്സാണ് ഓടുന്നത്, പെർമിറ്റുള്ള വണ്ടി, വേറൊരു വണ്ടിയും കൂടെ ഓടിക്കാമെന്ന് പറഞ്ഞു. ആൾക്കാർ കൂടുതലായപ്പം അങ്ങനെ 2 ബസ് നിറച്ച് ആണ് അവസാനത്തെ ധ്യാനത്തിന് ഞങ്ങൾ ബാംഗ്ലൂരേക്ക് പോകുന്നത്. ജോർജ് ഓരോ ദിവസവും പ്രാർത്ഥനയിൽ ആഴപ്പെടുവാൻ തുടങ്ങി, ജപമാലയിൽ പങ്കെടുക്കുവാൻ തുടങ്ങി. സന്ധ്യാപ്രാർത്ഥന മുടക്കമില്ലാതെ ജോർജ് പങ്കെടുക്കുവാൻ തുടങ്ങി. കാരണം പാർട്ടി ബേസിൽ പോകുന്നത് കൊണ്ട് മെല്ലെ വരാനേ സാധിക്കൂ എന്നൊക്കെ ഓർമ്മപ്പെടുത്താറുണ്ട്. അപ്പോഴും ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒഴിവാക്കി ജീവിതത്തിൽ നിന്ന് വേണ്ടെന്ന് വെച്ച് ജോർജ് ഈ അനുഭവത്തിലേക്ക് മെല്ലെ കടന്നു വന്നു. അങ്ങനെ അടുത്ത മാസം വന്നു, വീണ്ടും വീട് തോറും കയറി. അങ്ങനെ ഓരോ ബസ് ആളെ സംഘടിപ്പിക്കുവാനായിട്ട് ജോർജ് എന്നോടൊപ്പം വീടുകൾ തോറും കയറി ഇറങ്ങി വന്ന് പ്രാർത്ഥനയിലായിരുന്നു കൊണ്ടെല്ലാം ചെയ്തു തരുന്ന, കൂടുതൽ വീടുകളിലേക്ക് കടന്നു പോകുവാനുള്ള വഴിയായി ഈശോ ജോർജിനെ നമ്മുടെ മുമ്പിൽ നൽകി. പുഞ്ചക്കാട് ധ്യാന കേന്ദ്രത്തിൽ അവിടെ ശുശ്രൂഷ തുടങ്ങി. അവിടെ വലിയ കാടായിരുന്നു. ബത്ലഹേം അപ്പത്തിൻ്റെ ഭവനം, ഇതാണ് അതിൻ്റെ അർത്ഥം. അവിടെ ആ ധ്യാന കേന്ദ്രത്തിൽ പഴയൊരു പള്ളിയുണ്ട്.
ആ പള്ളിയിൽ ധ്യാനിപ്പിക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ആൾക്കാർ താമസിപ്പിക്കാൻ സ്ഥലമില്ല. അങ്ങനെ പുഞ്ചക്കാട് ഇപ്പോൾ പുതിയ ദേവാലയത്തിൽ ധ്യാനവും പഴയ സ്ഥലത്ത് ആണുങ്ങൾ കിടക്കാനും പിന്നെ അവിടെ ഒരു കോൺവെൻ്റ് ഉണ്ട്, ആ കോൺവെൻറ്റിൽ പെണ്ണുങ്ങളുടെ ഡോർമെറ്ററി ആയിട്ടും ആദ്യത്തെ ധ്യാനത്തിന് ഉപയോഗിച്ചു. അങ്ങനെ ആ ധ്യാനം അവിടെ വിജയകരമായിട്ട് നടന്നു. പിന്നെ അടുത്ത ധ്യാനമായപ്പോഴത്തേനും ആണുങ്ങൾക്ക് ഡോർമെറ്ററി ഞങ്ങൾ തന്നെ കവുങ്ങെല്ലാം ബളാലിൽ നിന്നെല്ലാം മുറിച്ച് കൊണ്ടുപോയി പല സ്ഥലങ്ങളിൽ നിന്ന് പലരും സാധനങ്ങൾ തന്ന് സഹായിച്ചു. വളരെ തീക്ഷ്ണതയോടുകൂടി അവിടെ ധ്യാന സെൻറ്റർ പണിതെടുത്തു. അങ്ങനെ അവിടെ ധ്യാനത്തിൽ അവസാനം ഞങ്ങൾ ഇവിടെ നിന്ന് പള്ളിയിലെ ധ്യാനം മാറ്റി ധ്യാന സെൻറ്റർ പണിയുമാണ്. അപ്പം ആ സെൻറ്റർ പണിയുന്ന സമയത്ത് എനിക്ക് നടുവിന് ഭയങ്കര വെട്ടലായിട്ടിരിക്കുവാണ്, എനിക്ക് കല്ലൊന്നും എടുക്കാൻ മേല. അപ്പം ഇത് കെട്ടിക്കൊണ്ടിരിക്കുമ്പം വലിയൊരു മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു അവിടെ കൊണ്ടുവന്ന് വെച്ചു, ഒരാളെക്കാളും വലിയ പൊക്കമുള്ളതാണ്. അപ്പം ഈ സ്റ്റാച്ചു ഈ പണിയുന്ന പുതിയ ധ്യാന ഹോളിൻ്റെ നേരെ ബേക്കിലായിട്ടാണ്, അവിടുന്ന് ധ്യാന ഹോളിൻ്റെ നേരെ ഫ്രണ്ടായിട്ട് വരും. അങ്ങനെ ഇത് വെച്ചിരിക്കുവാണ്. അപ്പം അവിടെ അൾത്താര കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കല്ലിങ്ങനെ ഉരുട്ടി ഇട്ട് കൊടുക്കുക, വെട്ടുകല്ലിങ്ങനെ ഉരുട്ടി കൊടുക്കുന്നു. അപ്പം എന്നോട് എനിക്ക് നടുവെട്ടലായിട്ട് എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അപ്പം എന്നോട് ഒരാൾ പറഞ്ഞു, ആലിസേച്ചിയുടെ ഭർത്താവ് ജോസേട്ടൻ എന്നോട് പറഞ്ഞു, എടാ നീ കല്ലെടുക്കണ്ട, അതിൻ്റെ നടുവെട്ടിയിരിക്കുമല്ലോ. അതിന് ഞാൻ ഈ മാതാവിൻ്റെ സ്റ്റാച്ചുവിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇല്ല ഇത് ഈ അമ്മ കാണണം, എൻ്റെ നടുവിൻ്റെ അവസ്ഥ ഈ അമ്മ കാണണം എന്ന് പറഞ്ഞു. ആ സമയത്തും പുഞ്ചക്കാട് ദേവാലയത്തിൽ ധ്യാനം നടക്കുന്നുണ്ട്, ശുശ്രൂഷകരാണ് ഇപ്പുറത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് വൈകുന്നേരം ആരാധനയുടെ സമയത്ത് ഞാനിങ്ങനെ കൈ ഉയർത്തി സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ബേക്കിൽ ആൾക്കാരില്ല, എൻ്റെ ഫ്രണ്ടിലേക്കാണ് ആൾ നിൽക്കുന്നത്. അപ്പം ബേക്കിൽ കുറച്ച് ബേക്ക് നല്ലൊരു ദൂരത്ത് ഒരു 3-4 മീറ്റർ ദൂരെ ആയിട്ട് ഈ ആലിസേച്ചിയുടെ ഭർത്താവ് മാത്രം അവിടെ ഡോറിൻ്റെ സൈഡിൽ നിന്നിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആരാധന മുമ്പിൽ നടക്കുന്നുണ്ട്. എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, തിരിയാനൊന്നും പറ്റില്ല, അത്ര നല്ല കൂടുതലാണ്. അപ്പോൾ ഞാനിങ്ങനെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുവാണ്. കരങ്ങൾ ഉയർത്തി കണ്ണടച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ മെല്ലെ അത്രയും സോഫ്റ്റായിട്ട് എന്നെ ഇതുവരെ ആരും തലോടിയിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥ എൻ്റെ 2 സൈഡിൽ കൂടെയും ഇങ്ങനെ ഒരാളെന്നെ ഇങ്ങനെ വന്ന് 2 കൈ കൊണ്ട് ഇങ്ങനെ തലോടി പോകുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു ജോസേട്ടനാണ് പുറകിൽ നിന്നിട്ട് ആലിസേച്ചിയുടെ ഭർത്താവ് ജോസേട്ടൻ എന്നെ ഇങ്ങനെ നടുവേദനയല്ലേ എന്നെ ഒന്ന് കളിയാക്കിയതായിരിക്കും, അല്ലെങ്കിൽ എന്നെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഇങ്ങനെ ചിന്തിക്കുന്ന അതേ സമയത്ത് തന്നെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ തന്നെ എന്നെ തലോടി കടന്നുപോയി. അങ്ങനെ 2ാമത്തെ തലോടൽ വരുമ്പോൾ എനിക്ക് ഭയങ്കരമായൊരു സുഖം, എന്നാ സന്തോഷമാണെന്ന് എനിക്കറിയില്ല, അത്ര എൻ്റെ ഹൃദയം നിറഞ്ഞു പോകുന്ന സുഖം. അങ്ങനത്തെ ഒരു സുഖം ഞാൻ അനുഭവിച്ചിട്ടില്ല, അത്രയും മൃദുലമായിട്ടാണ്. തൊട്ട് പുറകിലിരിക്കുന്ന ഞാൻ ബേക്കിലേക്ക് തിരിഞ്ഞു നോക്കി, ജോസേട്ടൻ എവിടെയായിരിക്കുന്നത്, ഇയാൾക്ക് വേറെ പണിയില്ലേ എന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ജോസേട്ടൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ആ മനുഷ്യൻ കുറേ അകലെയാണുള്ളത്, പള്ളിയുടെ ഒരു കാൽഭാഗം ബേക്കിലാണ് ആ മനുഷ്യൻ ഇരിക്കുന്നത്. അപ്പോൾ അയാളല്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് പിന്നെയും വലിയൊരു ഇത് തോന്നി. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയാണെങ്കിൽ ഇത് എന്നെ ഒന്നും കൂടെ സ്ഥിരീകരിക്കാൻ വേണ്ടി എന്നെ ഒന്നും കൂടെ സ്പർശിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരു അനക്കവുമില്ല, അല്ലെ ഈശോ ആണോ ആരാണെങ്കിലും എന്നൊക്കെ ഞാനിങ്ങനെ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ആരാധന കഴിയാനുള്ള സമയമായി. ആ സമയത്ത് ഇങ്ങനെ വീണ്ടും കൈ ഉയർത്തി സ്തുതിക്കുന്ന സമയത്ത് വീണ്ടും ഇതേ ഒരു അനുഭവം ഉണ്ടായി. ഇതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് ഞാൻ ഈ 3ാമത്തെ പ്രാവശ്യം ഇത് സംഭവിച്ചപ്പോഴത്തേനും ഞാൻ പെട്ടെന്ന് കുനിഞ്ഞു. ഇങ്ങനെ വളരെ വിഷമിച്ചിട്ടാണ് ഞാൻ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ പെട്ടെന്ന് കുനിഞ്ഞു നോക്കി, നിവർന്നു നോക്കി, ചെരിഞ്ഞു നോക്കി, എനിക്ക് എൻ്റെ നടുവിൻ്റെ വെട്ടല് അപ്രത്യക്ഷമായി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ബാംഗ്ലൂർ പോയിട്ട് ഈശോയെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ മനസ്സിലാക്കിയെങ്കിൽ ഇതാ വീണ്ടും എൻ്റെ ശരീരത്തിൽ ദൈവത്തിൻ്റെ തലോടൽ അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടുവാണ്. എൻ്റെ ശരീരത്തിൽ ഞാനത് അറിഞ്ഞു. അങ്ങനെ ആ ശുശ്രൂഷകളൊക്കെ അവിടെ നിർത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ പുഞ്ചക്കാട് ധ്യാന കേന്ദ്രത്തോട് ഞങ്ങൾ വിട പറഞ്ഞു. ഞങ്ങൾ ആ സമയത്ത് പുഞ്ചക്കാട് തന്നെ ആയിരിക്കുന്ന സമയത്ത് തന്നെയാണ് എനിക്ക് തടിയുടെ ബിസിനസ്സായിരുന്നു. ഈ തടി ബിസിനസ്സുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തടി ബിസിനസ്സുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ബിസിനസ്സൊക്കെ മെല്ലെ ഡൗൺ ആകാൻ തുടങ്ങി. കച്ചവടം, റബ്ബർ തോട്ടം എടുത്തു. ആദ്യം എനിക്ക് 3 ലക്ഷം രൂപ നഷ്ടമായി. അപ്പം 3 ലക്ഷം രൂപ നഷ്ടമായി. പിന്നത്തെ തോട്ടം എടുക്കുമ്പോഴത്തേനും അത് നികത്താൻ വേണ്ടിയിട്ട് വില നോക്കാതെ കൊണ്ട് പിന്നെ എടുക്കുകയാണ്. കച്ചവടം നിന്ന് പോയാൽ പ്രശ്നമാകും. അതുകൊണ്ട് അടുത്ത റബ്ബർ തോട്ടം എടുത്തു. ആ തോട്ടത്തിൽ നല്ല പരാജയം വന്നു. എങ്ങനെ 10-15 ലക്ഷം 14 ലക്ഷത്തോളം രൂപ കടമായപ്പം എൻ്റെ ബിസിനസ് തനിയെ നിന്നു. പിന്നെ ഞാൻ പൊളിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എന്നോട് എൻ്റെ സഹപ്രവർത്തകർക്കും വലിയൊരു അടുപ്പമില്ലാതെയായി. അന്നും എന്നോട് എൻ്റെ കൂട്ടായിട്ട് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആലിസേച്ചിയും കുടുംബം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ സഹായിക്കാനില്ല. ഒരു 10 രൂപ വരെ ഒരാളോട് ചോദിച്ചാൽ കിട്ടാത്ത അവസ്ഥയായി. അങ്ങനെ ആകെ വിഷമിച്ച് വീട്ടിൽ ശരിക്ക് ഭക്ഷണം വെക്കാൻ പോലും, ആഹാരത്തിന് പോലും മുട്ടിയ കാലം. ശരിക്കും മടുപ്പ് തോന്നി. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവ് മുമ്പോട്ട് നയിച്ചു. ഒരു കുറവും വന്നില്ല. ഈ പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളുണ്ടായിരുന്നു, അവരെല്ലാവരും എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നു. അങ്ങനെ ഞാൻ
അവിടെ ആയിരിക്കുന്ന സമയത്താണ് മുക്കത്ത് ജിൻഡോയും ജോമോനും അവരുടെ ക്രഷർ വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആലിസേച്ചയും മറ്റും വിളിച്ചു. അപ്പം ആലിസേച്ചയും മറ്റും എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ വാ, അവിടെ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് ഞാൻ കടന്നു വന്നു, ഇവരുടെ കൂടെ കടന്നു ചെന്നു. ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, തിരിച്ചു വന്നു. ഒരു പൈസയൊക്കെ പറഞ്ഞു, ആ പൈസ ഇത്ര പൈസയ്ക്കാണെങ്കിലും കച്ചവടം നടക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. തിരിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നു. ഞാൻ വരുമ്പോഴത്തേനും എനിക്ക് പനിയായിട്ട് തലവേദനിക്കുന്നുണ്ട്. ഞാൻ തലവേദനയായിട്ട് വരുവാണ്. ഞാൻ വെള്ളരിക്കുണ്ട് എത്തി. അവിടെ എത്തുമ്പോഴത്തേനും എനിക്ക് സഹിക്കാൻ പറ്റാത്ത തലവേദനയാണ്. ഞാനെന്താണെങ്കിലും 1000 രൂപയും എനിക്ക് അവിടെ നിന്ന് കിട്ടി. ഞാൻ 1000 രൂപ ആലിസേച്ച് എനിക്ക് തന്നാണ്. ഞാൻ ആ പൈസയും കീശയിലിട്ട് വീട്ടിലേക്ക് പോവുക. വീട്ടിലെത്തി ആ ദിവസം അങ്ങനെ കഴിച്ചു കൂട്ടി. സഹിക്കാൻ പറ്റാത്ത തലവേദന, തല പൊട്ടിപ്പോകുന്ന പോലെ. പിറ്റേന്ന് രാവിലെ തന്നെ എനിക്കൊരു ചെറിയ വണ്ടിയുണ്ട്. ആ വണ്ടിക്ക് ഞാൻ തന്നെ വണ്ടി ഓടിച്ച് ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, നല്ലൊരു ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പോൾ ആ സ്ഥലത്തേക്ക് ഞാൻ കടന്നു ചെല്ലുവാണ്. അവിടെ ചെന്നു ഞാൻ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, സാരമില്ലത് വൈറസ് പനിയാണ്, പേടിക്കാനില്ല, പൊക്കോളാൻ പറഞ്ഞു. ഗുളികയൊക്കെ തന്നു. ഞാൻ അതുകൊണ്ട് തിരിച്ചു പോരുന്നു. ആ ദിവസവും അങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നു. അപ്പം തന്നെ എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര അസ്വസ്ഥതയാണ്. പിറ്റേന്ന് പ്രഭാതത്തിൽ തന്നെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. പറ്റുന്നില്ല, അന്ന് അവരവിടെ അഡ്മിറ്റാക്കി. അന്ന് എൻ്റെ പ്ലേറ്റ്ലേറ്റ്സ് കൗണ്ട് അവർ പരിശോധിച്ചു, എന്തെങ്കിലും ഡെങ്കിപ്പനിയാണോ എന്ന് നോക്കിയപ്പോൾ അന്നേരം 2,40,000-ഓളം മറ്റോ ഉണ്ട് പ്ലേറ്റ്ലേറ്റ്സ് കൗണ്ട്, കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റത്തെ ദിവസം നോക്കുമ്പോഴും ഉണ്ട് 1,60,000 കുറഞ്ഞു. 1,60,000 കുറഞ്ഞു. തൊട്ടടുത്ത ദിവസം നോക്കുമ്പോൾ ഉണ്ട് 1,20,000 അത് താഴേക്ക് വന്നു. അങ്ങനെ താഴേക്ക് വന്നപ്പം അന്ന് അവിടെ ഡോക്ടർ എന്നെ നോക്കിക്കൊണ്ടിരുന്ന ആളില്ലായിരുന്നു. ലാബ് ടെക്നീഷ്യൻ ഈ റിസൾട്ട് കാണിച്ചില്ല, ഞങ്ങൾക്ക് തന്നില്ല. ഇത്രയും പെട്ടെന്ന് ഇത് കുറഞ്ഞപ്പോഴത്തേക്ക് അവരുടെ റിസൾട്ട് തെറ്റിയതാണെന്ന് വിചാരിച്ച് അവർ പോയിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് ഇത് ടെസ്റ്റ് ചെയ്തു നോക്കി. അപ്പോഴും ഇത് തന്നെയാണ്. അവസാനം ഡോക്ടർ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു 4 മണി 3 മണിയൊക്കെ ആകുമ്പോഴാണ് ഡോക്ടർ എത്തുന്നത്. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് ഈ പെണ്ണ് കൊണ്ടുപോയി ഇത് കൊടുത്തു. ഡോക്ടർ ഓടി വന്നു, പെട്ടെന്ന് തന്നെ വിളിച്ചു, ഡിസ്ചാർജ് എഴുതി. വേഗം തന്നെ എന്നോട് പറഞ്ഞു, കാഞ്ഞങ്ങാട് ജില്ലാ ആസ്പത്രിയിലേക്കാണ് ഞാൻ എഴുതുന്നത്. ഒന്നുകിൽ പരിയാരം മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഫാദർ മുള്ളേഴ്സ് ഹോസ്പിറ്റൽ, അങ്ങോട്ട് എവിടെയെങ്കിലും ആണ് പോകേണ്ടത് എന്നോട് ഈ ഡോക്ടർ എന്നോട് വന്ന് പറയുന്നു. ചിലപ്പോൾ ഇത് എലിപ്പനിയോ ഡെങ്കിപ്പനിയോ ആയിരിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വേഗം പോയിക്കൊള്ളാൻ പറഞ്ഞു. ആദ്യത്തെ ദിവസം ഞങ്ങൾ നിരീക്ഷിച്ചു, തലവേദന കുറയുന്നില്ല. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ PHCGയിൽ ഡോക്ടേഴ്സിനെ കണ്ടു. അവിടെ വെച്ച് ഡോക്ടർ ആദ്യത്തെ ദിവസം മരുന്ന് തന്ന് ഞങ്ങളെ വീട്ടിലേക്ക് വിട്ടു. രാത്രി മരുന്ന് കഴിച്ചു. രണ്ടാമത്തെ ദിവസം പിറ്റേന്ന് ഞായറാഴ്ചയായിരുന്നു. പനിയും തലവേദനയും കാരണം എൻ്റെ കൂടെ പള്ളിയിൽ വന്നില്ല. ഞാൻ തന്നെ പള്ളിയിൽ പോയി. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ശക്തമായ തലവേദനയും പനിയുമായിട്ട് തിണ്ണയിൽ ഇങ്ങനെ കസേരയിൽ ഇരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പം കുറവില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ആ ഹോസ്പിറ്റലിൽ തന്നെ പോയി. അവിടെ 2 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം 2 ലക്ഷത്തിലധികം കൗണ്ടായിരുന്ന ആ കൗണ്ട്, പ്ലാറ്റസിൻ്റെ കൗണ്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഏകദേശം 1,20,000-ത്തിനടുത്ത് ആയി. അപ്പം ഡോക്ടർ അവിടുന്ന് മംഗലാപുരത്തിനോ പരിയാരത്തോ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് മംഗലാപുരത്തെത്തിയതിന് ശേഷം അവിടെ ഡോക്ടേഴ്സൊക്കെ കണ്ട് പ്ലാറ്റസ് കൗണ്ടൊക്കെ ചെക്ക് ചെയ്തപ്പോൾ 1,00,000-ൽ നിന്ന് ഏകദേശം നല്ലപോലെ കൗണ്ട് താഴോട്ട് താന്നു. അപ്പം പിറ്റത്തെ ദിവസമായപ്പോഴത്തേക്കും ആ കൗണ്ട് 20,000-ത്തിനടുത്തായി. അപ്പം അന്ന് 3-4 ബോട്ടിൽ പ്ലാറ്റ്ലെറ്റ്സ് കൗണ്ട് ഇഞ്ചെക്റ്റ് ചെയ്തു. അതിനുശേഷം കൗണ്ട് കുറയുന്നതല്ലാതെ ഒരു പ്രോഗ്രസ്സും കണ്ടില്ല. ഇവിടുന്ന് വന്ന റിസൾട്ടിനകത്ത് കൊടുത്ത റിപ്പോർട്ടിനകത്ത് 1,20,000 ഇത്രയും കുറഞ്ഞപ്പോഴത്തേനും അവിടുന്ന് തന്നെ പെട്ടെന്ന് തന്നെ പറഞ്ഞു പ്ലേറ്റ്ലേറ്റ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. അന്നേരം തന്നെ ആ രാത്രിയിൽ തന്നെ പ്ലേറ്റ്ലേറ്റ്സ് കൗണ്ട് നോക്കി ചെയ്തു. 3 ബോട്ടിൽ പ്ലേറ്റ്ലേറ്റ്സ് അതിൻ്റെ ശരീരത്തിൽ കയറ്റി, വേർതിരിച്ച് കയറ്റി. അതിൻ്റെ പിറ്റേന്ന് നോക്കുമ്പോഴത്തേനും അത് 7,000-8,000 മറ്റായി. ഉടനെ വീണ്ടും 2 ബോട്ടിലും കൂടെ വീണ്ടും ആ ദിവസം തന്നെ പിന്നെയും ചെയ്തു. ചെയ്ത് നോക്കിയ ദിവസം അന്നത്തെ ദിവസം നോക്കുമ്പോഴാണ് 4,000-4,000 പിന്നെയും താഴേക്കെത്തി. അപ്പം അവർക്ക് തന്നെ ഒരു പ്രതീക്ഷയില്ലാത്ത പോലെ, ഡോക്ടർക്ക് പോലും എന്നോടൊരു സ്നേഹമില്ലാത്ത പോലെ എനിക്ക് തോന്നി. എൻ്റെ ചിന്ത മറിഞ്ഞു പോകുന്ന പോലെ, എനിക്ക് ഒരു ശരിയായിട്ടൊരു തീരുമാനം എടുക്കാൻ സാധിക്കാത്ത അവസ്ഥ, ഹൃദയം ആകെപ്പാടെ ദുർബലമായ പോലെ. എനിക്കൊരു കാര്യം ബോധ്യമായി, എൻ്റെ സമയം ഏകദേശം അടുത്ത് കഴിഞ്ഞു, ഇനി അധികം മുമ്പോട്ടില്ല എന്ന് മനസ്സിലായി. എൻ്റെ വലിയ ആഘോഷമായ ജീവിതവും എല്ലാം കഴിഞ്ഞു. ഞാൻ വലിയ ആളായിരുന്നു എന്നുള്ള എൻ്റെ അഹങ്കാരത്തിൻ്റെ കടക്കൽ തന്നെ കർത്താവ് കത്തിവെച്ചു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ ഇരിക്കുമ്പം ഞാൻ ഇവളെ വിളിച്ചു, പൊന്നുവിനെ വിളിച്ചു. ഞാൻ അവളോട് പറഞ്ഞു, പൊന്നു, ഞാനിന്ന് നിന്നോടൊരു കാര്യം പറയുക.
നാളെ ഒരു പക്ഷേ ഞാൻ ഉണ്ടായിരുന്നിരിക്കുകയില്ല, നീ ഇത് നാളെ സഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിന്നോട് പറയുന്നത്. അപ്പോൾ ഇവളും നിലവിട്ട് കരയുവാണ്. എനിക്കാണ് സഹിക്കുന്നില്ല, പക്ഷേ വല്ലാത്തൊരവസ്ഥ. അങ്ങനെ ആ ദിവസം ഞാൻ കിടന്നു പ്രാർത്ഥിക്കുകയാണ്. ഞാൻ കണ്ണടയ്ക്കും, എനിക്ക് ബോധം വരുന്ന പോലെ തോന്നുന്ന സമയത്ത്, എനിക്ക് ഒരു ചിന്തിക്കാൻ പറ്റുന്ന സമയത്ത് ഞാൻ ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോയെ, നിനക്കെതിരായിട്ട് ഞാൻ പഠിപ്പിച്ചു, നിനക്കെതിരായി സംസാരിച്ചു, യാതൊരു ആത്മാർത്ഥതയില്ലാത്ത ദേവാലയങ്ങളിൽ വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിനക്ക് സഭയ്ക്കെതിരായി ഞാൻ പ്രവർത്തിച്ചു. എൻ്റെ ആത്മാവിനെ നീ തള്ളിക്കളയല്ലേ കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടു കൂടി നിന്നോട് ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ വളരെ എനിക്ക് എത്രമാത്രം താഴേക്ക് പോകാമോ അത്രമാത്രം താഴേക്ക് ഞാൻ പോയി പ്രാർത്ഥിക്കേണ്ട അവസ്ഥയിലേക്ക് കർത്താവിനെ കൊണ്ടുപോയി. വീണ്ടും പ്ലാറ്റ്ലെസ് ഇഞ്ചെക്റ്റ് ചെയ്തു. അതിനുശേഷം ആ കൗണ്ട് ലോയായി. ഏകദേശം 4000-ഓളം കൗണ്ടായി കുറഞ്ഞു. ശരീരമൊക്കെ ചുവന്ന് ഒരു തക്കാളി പഴത്തിൻ്റെ കളറിലായി. ഈ ബ്ലഡിലേക്ക് ഈ ഇഞ്ചെക്റ്റ് ചെയ്യാൻ ഒന്നും പറ്റാത്ത അവസ്ഥയിലാക്കി. ബ്ലഡ് എടുക്കാനും ഇഞ്ചക്ഷൻ അങ്ങോട്ട് ചെയ്യാനും ഒന്നും പറ്റാത്ത അവസ്ഥയിൽ ഒരു ഹീമോഗ്ലോബിൻ്റെ അളവ് ഒട്ടും ഇല്ലാത്ത അവസ്ഥയിൽ വെള്ളം പോലെ മൂക്കാത്ത ഒരു പിഞ്ച് ചക്ക നമ്മൾ മുറിക്കുമ്പോൾ അതുപോലെ ഒഴുകുന്നത് പോലെ വെറും വെള്ളം മാത്രമായി ഒഴുകി. ഡോക്ടേഴ്സൊക്കെ ഈ പേഷ്യൻറ്റിനെ നിരീക്ഷണത്തിൽ വെക്കാൻ അവരോട് പറഞ്ഞു. രാത്രി 2 മണി സമയമായിട്ടുണ്ടാവും. ഞാൻ ഇങ്ങനെ ഉറങ്ങിപ്പോകുന്നൊരവസ്ഥയിൽ പെട്ടെന്ന് ഞാൻ നോക്കുമ്പം എൻ്റെ കാലിൻ ചുവട്ടിൽ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ഈശോയെ ഞാൻ കാണുന്നു. ഞാൻ വളരെ ഭീകരമായ അവസ്ഥ, എൻ്റെ വിഭ്രമമാണോ സ്വപ്നമാണോ ദർശനമാണോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ ഞാൻ ഞെട്ടി ചാടി എഴുന്നേറ്റ് വലിയ ബഹളത്തോടു കൂടി. അപ്പം ആൾക്കാരൊക്കെ ഓടി വന്നു. അപ്പം ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു സ്വപ്നം കണ്ടാന്ന് പറഞ്ഞു. കാരണം വീണ്ടും അല്പസമയം കഴിഞ്ഞപ്പോൾ പിന്നെയും ഇതേ അവസ്ഥയിലേക്ക് ഞാൻ മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ ഞാൻ നോക്കുമ്പോൾ വീണ്ടും ഇതേ അവസ്ഥ തന്നെ, പഴയ പോലത്തെ അതേ വിഷം തന്നെ വീണ്ടും എൻ്റെ കാൽ ചുവട്ടിൽ. ഞാനിങ്ങനെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ചോദിക്കുവാണ്, ഈ കുരിശ് എവിടെയാണ് നാട്ടിയിരിക്കുന്നത് എന്നാ എനിക്ക് ചോദിക്കാൻ തോന്നി. ഞാനുണ്ട് ഇങ്ങനെ കാൽ ചുവട്ടിലേക്ക് ഇങ്ങനെ നോക്കുന്ന പോലെ എനിക്ക് ഞാൻ ഈ കുരിശിൻ്റെ ചുവട്ടിലേക്ക് നോക്കിയപ്പം ഒരാൾ കൈകൊണ്ടും കാലുകൊണ്ടും കുരിശിലേക്ക് കെട്ടിപ്പിടിച്ച് മുഖം കുരിശിലേക്ക് ചായച്ച് കിടക്കുന്നു. മുകളിൽ കുരിശിൽ കിടക്കുന്ന കർത്താവ് ആർത്തലച്ച് കരയുന്ന കർത്താവിൻ്റെ ആ തിരുശിരസിൽ നിന്നും മുൾമുടിയിലൂടെ ഒഴുകിയിറങ്ങിയ രക്തം ആണിയടിച്ച് തറച്ച ആ മുൾമുടിയുടെ മുള്ളുകളിൽ കൂടി താഴേക്ക് തുള്ളിയായിട്ട് വീഴുന്നു. ഹൃദയം പിളർന്ന് ഭീകരമായി, മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത അത്ര ഭീകരമായ അവസ്ഥയിൽ കർത്താവിനെ കണ്ണുകൊണ്ട് ദർശിക്കാനുള്ള ഭാഗ്യം വീണ്ടും കർത്താവ് എനിക്ക് തന്നു. പ്രിയമുള്ളവരെ, ആ അവസ്ഥയിൽ അന്നേരം എനിക്ക് പേടിയൊന്നും തോന്നില്ല. ഇതാരാണ് ഈ കിടക്കുന്നതെന്ന് അറിയാനുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഞാനിങ്ങനെ ഇതാരായി കിടക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്ന സമയത്ത് തന്നെ ആ കിടക്കുന്ന വ്യക്തിയുടെ മുഖം എനിക്ക് കാണിച്ചു തരുക മറ്റാരും ആയിരുന്നില്ല, ഞാൻ തന്നെയായിരുന്നു. അങ്ങനെ ആ ദിവസം ഞാനങ്ങ് മയങ്ങിപ്പോയി, എല്ലാം മറന്നു. പിന്നെ രാവിലേക്ക് നോക്കുമ്പം പ്രഭാതമായി എൻ്റെ കാലിൽ ശക്തിയായിട്ട് ഒരാൾ വന്ന് അടിച്ചു. ഞാൻ ഞെട്ടി ഉണർന്നു. ഞാൻ ആദ്യം ചോദിച്ച വാക്ക് തീർന്നില്ലേ എന്നാണ്. അപ്പം ആ വന്ന സിസ്റ്റർ നേഴ്സായിരുന്നു. ആ നേഴ്സ് എന്നോട് പറഞ്ഞു ബ്ലഡ് എടുക്കാൻ വന്നതാന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലഡ് എടുക്കാൻ വന്ന് അവർ ബ്ലഡ് എടുത്തിട്ട് കടന്നുപോയി. അപ്പം അതിനുശേഷം ഒരു 8:30-ക്ക് ശേഷം ഡോക്ടർ എത്തി. ഡോക്ടർ വന്ന് നോക്കി. ആദ്യം എൻ്റെ അടുത്തേക്ക് തന്നെയാണ്, സാധാരണ റൗണ്ടിൽ വരേണ്ടതാണ്. അപ്പം ആ റൂമിൻ്റെ നടുവിലുള്ള എൻ്റെ അടുത്തേക്ക് തന്നെയാണ് ഡോക്ടർ കടന്നു വന്നത്. അപ്പം റിസൾട്ട് നോക്കി കണ്ട് അവസാനം അവർക്ക് സന്തോഷമായി. തലേ ദിവസം എൻ്റെ ട്രിപ്പെല്ലാം മാറ്റി വെച്ചിരുന്നു. കാരണം എന്നെ നിരീക്ഷിക്കാനായിട്ട് വെച്ചു. അങ്ങനെ ഇതെല്ലാം എടുത്തു മാറ്റി ഡോക്ടർ വന്നു, എൻ്റെ അടുത്തെത്തി. എന്നോട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ അവർ തങ്ങളിൽ സംസാരിച്ചു. കടന്നു പോകാൻ നേരത്ത് എൻ്റെ ഷോൾഡറിൽ തട്ടിയിട്ട് പറഞ്ഞു ഗുഡ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞ് അവർ കടന്നുപോയി. എനിക്കൊന്നും മനസ്സിലായില്ല. മണ്ഡപം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്രിസ്റ്റി എന്ന് പറയുന്നൊരു മലയാളി പെൺകുട്ടി അവിടെ നേഴ്സായിട്ടുണ്ട്. മലയാളം അറിയാവുന്ന അത് മാത്രമേ ഉള്ളൂ. ഞാൻ ആ കുട്ടിയെ വിളിച്ചു, കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ്. ആ കുട്ടിയെ തിരിച്ച് വിളിച്ച് ഞാൻ ചോദിച്ചു എന്താ മോളെ ഡോക്ടർ എന്താ പറഞ്ഞത്, എനിക്ക് മനസ്സിലായല്ലോ എന്ന്. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു ഇന്നലെ ചേട്ടായി ഉപേക്ഷിച്ചതാണ്, ചേട്ടായിക്ക് ഇന്നലെ പനിയുടെ ഒരു ഗുളിക മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ, ചേട്ടായിയുടെ അവസ്ഥ എന്താണെന്ന് ഇന്ന് നോക്കിയതിന് ശേഷം എന്തെങ്കിലും ചെയ്യാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്നലെ എന്തോ സംഭവിച്ചെന്നറിയില്ല, ഇന്നലെ രാത്രിയിൽ 4000 ആയിരുന്ന കൗണ്ട് 8000 ആയിട്ട് കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനിയൊന്നും പേടിക്കാനില്ല, ഇനി കൗണ്ട് കൂടിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ആ അവസ്ഥയിൽ തുടർന്ന് 2-3 ദിവസത്തിനുള്ളിൽ 1,65,000 പ്ലേറ്റ്ലേറ്റ്സ് കൗണ്ട് വർദ്ധിച്ചു. ഞങ്ങൾ ഡിസ്ചാർജായിട്ട് വീട്ടിലേക്ക് കടന്നു വന്നു. ഒത്തിരി മക്കൾ ആ സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ചും ഒത്തിരിയേറെ ആൾക്കാർ ഞങ്ങളെ അറിയുന്നവർ പല സ്ഥലങ്ങളിലേക്കും വിളിച്ചു പറഞ്ഞു
സിസ്റ്റേഴ്സായിട്ടും വൈദികരായിട്ടും അല്ലാതെ ശുശ്രൂഷകരായിട്ടും എല്ലാവരും എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു. അതിലേറെ എല്ലാം ഉപരിയായിട്ട് എൻ്റെ ജീവിത പങ്കാളിയുടെ പ്രാർത്ഥന. അവൾ ഉറങ്ങിയിട്ടില്ല, എൻ്റെ കിടക്കയുടെ അടുത്ത് തന്നെ നിന്ന് പൂർണ്ണ സമയം അവൾ പ്രാർത്ഥിച്ചു. ഹൃദയം നുറുങ്ങിയിട്ടുള്ള അവളുടെ പ്രാർത്ഥനയായിരിക്കാം ഒരുപക്ഷെ ഇന്ന് ഞാനിങ്ങനെ ആയിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ അമ്മ പ്രാർത്ഥിച്ച് തീഷ്ണതയോടുകൂടി പ്രാർത്ഥിച്ച് അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി വേറെ മക്കളുടെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു, എന്തു വന്നാലും ശരി ഞാൻ നിൻ്റെ കൂട്ടത്തിൽ നിന്ന് എവിടെയും പോകുകയില്ല എന്നുള്ളൊരു മനോഭാവത്തോടുകൂടി അമ്മച്ചി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആ രാത്രിയിൽ അന്ന് അനേകം മക്കളോട് ഞങ്ങൾ പ്രാർത്ഥന സഹായം ചോദിച്ചു. ഞങ്ങൾ ഒത്തിരി മക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ദൈവം ഈശോ അത്ഭുതകരമായി ആ രാത്രി ഇടപെട്ടു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും സിസ്റ്റർ വന്ന് രാവിലെ ബ്ലഡ് ചെക്ക് ചെയ്യാനായി എടുത്തു, കൊണ്ടുപോയി. റിസൾട്ടൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പം അന്ന് ഡോക്ടർ റൗണ്ട്സിന് വന്നപ്പോൾ ആദ്യം ജോടെ എടുത്തോട്ട് വന്നു. ആ രോഗി മരിച്ചോ അതോ ജീവിച്ചോ നേഴ്സുമാർ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. രാത്രിയിലൊക്കെ വന്ന് അവർ നോക്കുന്നുണ്ടായിരുന്നു. ട്രിപ്പും കാര്യങ്ങളൊക്കെ എടുത്തു മാറ്റിയിരുന്നു. അതിനുശേഷം സിസ്റ്റർ വന്ന് രാവിലെ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് എടുത്തുകൊണ്ട് പോയി. റിസൾട്ട് നോക്കാനുള്ള ചോദിക്കാനുള്ള മാനസികാവസ്ഥയൊന്നും ആയിരുന്നില്ല അന്നുണ്ടായിരുന്നത്. ഒത്തിരിയേറെ വിഷമത്തോടെ പ്രാർത്ഥനയിലും ഒക്കെ ഒരു ബോധമില്ലാത്ത അവസ്ഥയിൽ ജോയ്ക്കും ഒരു ലെവലിലായിരുന്നു. ഞാൻ കൂടെ നിന്ന് എനിക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ഈശോയെ വിളിച്ച് കരഞ്ഞു. അപ്പം ഈശോ അത്ഭുതകരമായി ഇടപെട്ടു. അന്ന് രാത്രിയിൽ പിറ്റേ ദിവസം കൗണ്ട് ഡോക്ടർ വന്ന് നോക്കുമ്പോൾ ഡോക്ടർ റൗണ്ട്സിന് വന്ന് ആദ്യം ജോയുടെ അടുത്തോട്ട് തന്നെ വന്നു. സിസ്റ്റർമാരുടെ കയ്യിൽ നിന്ന് റിസൾട്ട് വാങ്ങി നോക്കി. അപ്പോൾ അതിനു മുമ്പ് ഞാനിങ്ങനെ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ കൗണ്ട് വന്നതേ ഞാൻ പറഞ്ഞു, കൗണ്ട് കൂടുവാണോ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഡോക്ടർ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് വരുമായിരുന്നു ചെയ്തത്. അതിനുശേഷം റിസൾട്ട് നോക്കി ജോയുടെ പുറത്ത് തട്ടി ഗുഡ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞു. അപ്പം അതിനുശേഷം ഞാനും എൻ്റെ ജോയുടെ സഹോദരനും ഞങ്ങളുടെ റിലേറ്റീവ്സായിട്ട് കുറച്ച് ആൾക്കാരും ഒക്കെ പുറത്ത് നിന്നു. അപ്പോൾ അവരോട് ഞങ്ങളോട് വന്ന് പറഞ്ഞു, പ്രോഗ്രസ് ഉണ്ട്, കൗണ്ട് 4000 കൗണ്ടിൽ നിന്ന് 20,000 കൂടിയിട്ടുണ്ട്, അത്ഭുതം സംഭവിച്ചിരിക്കുന്നു, ഇനി ഒന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞു. ജീവിതം ശരിയായ ദിശയിലേക്ക് മാറിയപ്പോൾ തന്നെ തൻ്റെ ചുറ്റുമുള്ളവരെയും അതിൻ്റെ മാസ്മരികതയിലേക്ക് അടുപ്പിക്കാൻ അദ്ദേഹം മറന്നില്ല. അതിനായുള്ള നിരന്തര ശ്രമങ്ങളാണ് ഈ നവജീവിതത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും 2 രാഷ്ട്രീയ ചേരിയിലായിരുന്നു ഉണ്ടായിരുന്നത്. രാഷ്ട്രീയം പറഞ്ഞ് ഞങ്ങൾ വഴക്കുണ്ടാക്കും. പിന്നെ ഞങ്ങൾ കൂട്ടുകൂടി മദ്യപിക്കുമായിരുന്നു. മദ്യപിച്ചിട്ട് ഞങ്ങൾ വഴക്കുണ്ടാക്കും. അതിനിടയിൽ രാഷ്ട്രീയം പറയും. ജോർജ് എന്നെ ഓടിക്കും. ഞങ്ങൾ വഴക്കുണ്ടാക്കും. അത് കഴിഞ്ഞ് ആരെങ്കിലും ഓട്ടോറിക്ഷ പിടിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടും. അത് മിക്കവാറും അങ്ങനെ ഉണ്ടാകുമായിരുന്നു. പിന്നെ അതിനുശേഷമൊക്കെ ധ്യാനത്തിൽ പോയി ഞങ്ങൾ നവീകരണത്തിലേക്ക് കടന്നു വന്നു. ജോർജ് ഞാനും കൂട്ടുകാരാണ്. ഞങ്ങളൊന്നിച്ചാണ് ബാംഗ്ലൂർ ധ്യാനത്തിന് പോയത്. ഞങ്ങൾ ബളാല തൊട്ട് ബാംഗ്ലൂർ വരെ മദ്യപിച്ചുകൊണ്ടാണ് പോയത്. ഇപ്പോൾ ജോർജ് മദ്യപാനം നിർത്തി ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ മുഴുവൻ സമയവും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുകയാണ്. ഈ ജോർജ് അന്ത്യാംകുളം എന്ന് പറയുന്ന വ്യക്തിയെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കറിയാവുന്നയാളാണ്. കാരണം പുള്ളിയുടെ പഴയ ചരിത്രങ്ങൾ അറിയാം, പക്ഷേ ഇപ്പോഴത്തെ കാര്യങ്ങളും അറിയാം. വളരെ വലിയൊരു വ്യത്യാസം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ സബ് സോൺ കോർഡിനേറ്ററാണ്. സഭയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ നല്ല ഒരു ജീവിതം, കാരണം ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ കുറ്റിക്കലച്ചൻ്റെ ആ പ്രസ്ഥാനത്തിന് സപ്പോർട്ട് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ മരിയൻ ഭക്തി അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് മിക്കവാറും പുള്ളിയെ കൈ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. എപ്പോഴും ഇങ്ങനെ പ്രവർത്തന നിരതനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് അന്ത്യാംകുളം. ഞാൻ ജോർജിൽ കാണാനിടയായ വലിയൊരു ഗുണം, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റു പല ആളുകളും അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി കിട്ടുന്ന എന്തെങ്കിലും സമയമൊക്കെ കർത്താവിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഈ ജോർജ്
എല്ലാറ്റിനും ഉപരിയായിട്ട് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വളരെ തീക്ഷ്ണതയോടെ പോകുന്നത് പലപ്പോഴും എനിക്ക് കാണാനിടയായിട്ടുണ്ട്. ഒന്നിനെക്കുറിച്ച് ഒരു ആകുലതയില്ല. എങ്ങനെയാണ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക എന്നുള്ള അവസ്ഥകളൊക്കെ ഉള്ളപ്പോഴും നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ നിത്യജീവൻ്റെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കണമെന്നുള്ള ആ തിരുവചനത്തിൻ്റെ ഒരു ശക്തിയാൽ എന്ന പോലെ ജോർജ് ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പലപ്പോഴും കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. കോട്ടയത്ത് നടക്കുന്ന ക്രിസ്ത്യൻ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് ഇവിടുന്ന് ആൾക്കാരെ കൊണ്ട് പോവുക സ്ഥിരമാണ് ജോർജ്. ഇപ്പം ധാരാളം ആൾക്കാർ പോകുന്നുണ്ട്. ആദ്യം 4-5 ആൾക്കാർ മുഖേന തുടങ്ങിയ ഇതാണ്. ഇപ്പോൾ ഒരു 10-28 ആൾക്കാർ മാസത്തിൽ അവിടെ പോയി ധ്യാനം കൂടി വരുന്നുണ്ട്. വലിയ അനുഭവമാണ് അതെല്ലാവർക്കും. അതിന് നേതൃത്വം വഹിക്കുന്ന ജോർജാണ്. അങ്ങനെ എനിക്കും അതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ സാഹചര്യം കിട്ടിയിട്ടുണ്ട്. അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ, അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ. 2011 ഈ സംഭവം നടക്കുന്നത്. 2011 ഞാൻ ധ്യാന കേന്ദ്രത്തിൽ പോയി തിരികെ വന്നു. അതിനുശേഷം ഇതേ ധ്യാന കേന്ദ്രത്തിലേക്ക് തന്നെ എന്നെ ശുശ്രൂഷകനായിട്ട് എടുത്തു. ഞാനവിടെ അത്യാവശ്യം ആൾക്കാരെയും കൊണ്ട് ധ്യാനം കൂടാൻ പോകുന്ന ഒരവസ്ഥ. എൻ്റെ കൂടെ എന്നെ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്ന ആ സഹോദരിയാണ് ഇതിനുള്ള നേതൃത്വം നൽകിയത്. എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് തമ്പുരാനെ മറക്കാനായിട്ട് സാധിക്കുന്ന ഒരവസ്ഥയില്ല. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി തകർച്ചകളുണ്ടായിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യതയിൽ ഞങ്ങൾ ഭാരിച്ച കടബാധ്യതയ്ക്ക് അടിമയായിട്ടുണ്ട്. പക്ഷേ ആ മേഖലകളിലെല്ലാം ദൈവം എനിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ആത്മഹത്യ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ച സമയങ്ങളുണ്ട്. എനിക്കിനി ജീവിച്ചിരിക്കേണ്ടെന്ന് വിചാരിച്ച സമയമുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞ സമയമുണ്ട്. അവരോട് കൂടെ ജീവിച്ച് എനിക്ക് കൊതി തീരാത്ത അവസ്ഥ. ഞാൻ എൻ്റെ ഈശോയുടെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ തമ്പുരാനെ എനിക്ക് ഇവരോട് കൂടെ ജീവിച്ച് എനിക്ക് കൊതി മാറിയിട്ടില്ല എന്ന്. ആ സമയത്തെല്ലാം എനിക്ക് ശക്തിയും കരുത്തുമായിട്ട് എൻ്റെ അമ്മയും എൻ്റെ ജീവിത പങ്കാളിയും അതുപോലെ എൻ്റെ കൂട്ടുകാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. ഈശോയുടെ പ്രത്യേക കരുതലും സംരക്ഷണത്തിലുമാണ് ഞാൻ ഇന്നും ഈ നിമിഷമായിരിക്കുന്നത്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. ഇങ്ങനെ ദൈവം എന്നെ അനുഗ്രഹിച്ച് എനിക്ക് ദൈവത്തോട് കൂടെ ആയിരിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കുമോ? അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഞാൻ ഇന്നും ഈശോയ്ക്ക് വേണ്ടി പൂർണ്ണ സമയം എന്തെല്ലാം ശുശ്രൂഷ എന്നോട് ആവശ്യപ്പെടുന്നു ആ ശുശ്രൂഷയിലേക്കെല്ലാം സജീവമായിട്ട് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കടന്നു ചെല്ലുന്നു. എൻ്റെ മോന് ഇന്ന് വിദേശത്താണ്, മോള് കോഴിക്കോട് പഠിക്കുകയാണ്. അമ്മച്ചി കഴിഞ്ഞ 2019 ജനുവരി 11-ാം തീയതി ഞങ്ങളിൽ നിന്ന് വേർപെട്ടുപോയി. അമ്മച്ചിയുടെ പ്രാർത്ഥനയും ചൈതന്യവും ശക്തിയുമായിരുന്നു ഞങ്ങൾക്ക് ബലം. എൻ്റെ ശുശ്രൂഷയിൽ നെടുന്നൂടായിരുന്നു അമ്മയുടെ പ്രാർത്ഥന. അമ്മ ഇന്ന് സ്വർഗത്തിലിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. ഏതാണ്ട് ഗോവയിലും മഹാരാഷ്ട്രയിലുമായി 2 വർഷക്കാലം ജോലി ചെയ്തു. ECCയുടെ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയിലെ വെൽഡറായി 2 വർഷക്കാലം ജോലി ചെയ്ത ആ 2 വർഷക്കാലവും മാസം വീട്ടിലോട്ട് പൈസ അയച്ചു കൊടുത്ത് അവരുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും എല്ലാം മാറി. കഴിഞ്ഞ ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ സതീഷിനെ അറിയാൻ കഴിഞ്ഞത്. ഞാൻ ഇവിടെ അടുത്തൊരു പണിക്ക് വന്നതാണ്, വെട്ടലിൻ്റെ. ബൈബിള് മുഴുവനുമായിട്ട് വായിച്ച് പഠിച്ച് അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി അനേകർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുന്ന ഒരു ജീവിതമായിരുന്നു സതീഷിൻ്റേത്.